ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ടൂർ പോവാണ് കേട്ടോ. നമുക്കിഷ്ടമുള്ളവരുടെ കൂടെ സമയം ചിലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെ ഒപ്പം വർക്ക് ചെയ്തവരുടെ കൂടെ അവർ ടൂർ പോകുമ്പോൾ നമ്മളെയും കൂടി വിളിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക അനുഭൂതിയാണ്. അപ്പോൾ ടൂർ പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ കുറേ സ്നാക്സൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവരും. അതൊക്കെ കൈയിട്ട് വരാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് മാങ്ങ ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ അത് കൈയിട്ട് വരാനുള്ള തിരക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. മാങ്ങ കണ്ട സന്തോഷത്തിൽ അതൊക്കെ കൈയിട്ട് വരി തിന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി എന്താ, ടൂർ പോകുമ്പോൾ ഡാൻസ് കളിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഡാൻസ് കളിക്കാനുള്ള മൂഡിലായി എല്ലാവരും. സ്റ്റെപ്പ് പഠിപ്പിച്ചതായോ സ്റ്റെപ്പ് ഏതാണെന്നൊക്കെയുള്ള സംസാരത്തിലും ഒക്കെയാണ്. അങ്ങനെ നമ്മുടെ ഏത് പാട്ട് വെക്കും എന്നുള്ളതും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എല്ലാവർക്കും. ചിലവർക്ക് എന്താ പറയുക ആക്ഷൻ സോങ് വെക്കണം, ചിലവർക്ക് തപ്പാങ്കുത്ത് വെക്കണം. അങ്ങനെ ഡാൻസും പാട്ടുമൊക്കെ ആയി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. പാണിയേലി പോര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പോരെന്ന് പറയുന്നത് ഒരു 3-4 സ്ഥലങ്ങൾ ഒരുമിച്ച് കൂടി, അവിടെ നിന്നൊക്കെയുള്ള വെള്ളം ഒരുമിച്ച് കൂടി അവിടെ പോരടിക്കുകയാണ് ആ വെള്ളമൊക്കെ ചേർന്ന്. അപ്പം അതുകൊണ്ട് അങ്ങാണ്ടാണ് ഇതിന് പോരെന്നുള്ള ഇത് വീണത് ഇല്ലേ. അല്ല, ഒന്നും കൂടി പറയേണ്ടി വരും. ഒന്നും ഉണ്ടായില്ല, ഒന്നും കൂടി. ഹലോ, ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ക്യാൻറ്റീനാണ് കേട്ടോ ഇത്. ഈ ക്യാൻറ്റീനിൽ ഉച്ചഭക്ഷണം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനുള്ളിൽ കൂടെ നടന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോയത്. പോള എന്ന് പറഞ്ഞൊരു മീനാണ്, കേട്ടിട്ടുണ്ടോ? പോള ചിക്കനൊന്നുമില്ല. നോക്കിയാ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണട്ടോ നമുക്ക് തിരിച്ച്. ഹലോ, ഫോട്ടോ എടുത്ത് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെ ഉച്ചഭക്ഷണത്തിന് നമ്മൾ നമ്പറൊക്കെ പറഞ്ഞ് എത്ര പേരുണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ വെള്ളത്തിൽ കിടക്കാൻ പോകാനുള്ള ആ ഒരു തീരുമാനത്തിലായി. അങ്ങനെ നടന്ന് വേഗം എത്താൻ കേട്ടോ, എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളത്തിൽ ചാടിയാൽ മതി എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ ഇറങ്ങണേക്കാളും മുന്നേ നമുക്ക് കുറച്ച് റീൽസൊക്കെ പിടിക്കണം എന്നുള്ളത്. അപ്പോൾ റീൽസ് പിടിക്കണേക്കാളും മുൻപുള്ള കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സെപ്പറേറ്റും ഒക്കെ ആയിട്ട് ഫോട്ടോ എടുക്കണമായിരുന്നു. അപ്പോൾ അവിടെ ഒരു മരം കണ്ടപ്പോൾ എല്ലാവരും ആ മരത്തിലേക്ക് ചാടി കയറി ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായി. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു പി വിളി കേട്ടു. ഗാർഡുകൾ റെസ്ട്രിക്ഷൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ, മരത്തിൽ കയറാൻ പാടില്ല എന്ന്. റെസ്ട്രിക്ഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. വീഡിയോണോ? അതെനിക്ക് തലയില്ല. സായിബ് വന്നിട്ട് സായിബിന്റെ തലയിൽ എന്റെ തലയിലിട്ട മോളിരിക്കണ എന്റെ തല. അല്ല, നമ്മള് വീഡിയോ ഫോട്ടോ എടുക്കലും പരിപാടിയും കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ സ്ഥിരം കാര്യമാണ് റീൽസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ റീൽസിൻ്റെ ഒരു പഠനത്തിലാണ് ഇപ്പം. എന്തോരം നേരം പഠിച്ചാലാണ് ഈ റീൽസ് ഒന്ന് ചെയ്യാൻ പറ്റാമെന്നറിയോ.
അങ്ങനെ റീൽസ് പിടുത്തമൊക്കെ കഴിഞ്ഞു. അവസാനം വളരെ മനോഹരമായി റീൽസൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ വെള്ളത്തിലിറങ്ങാമെന്നുള്ള ലക്ഷ്യത്തിൽ വേണ്ടിയിട്ട് പോവാണ്. അപ്പം പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഈ പാണിയേലി പോരെന്ന് പറയണത്. കാരണം ഈ കുറച്ച് വഴി അങ്ങോട്ട് നടക്കണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഒരു 3-4-5 മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പോണ വഴിയിൽ മുഴുവൻ ഇങ്ങനെ ഒരു സൈഡിൽ കാട് പോലെയും ഒരു സൈഡിൽ ഈ വെള്ളത്തിൻ്റെ ഓരോ കെട്ടുകളായിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഇവിടെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് വെള്ളത്തിലിറങ്ങി കുറേ നേരം കളിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എവിടെ വേണമെങ്കിലും ഇറങ്ങാം. അപ്പം നമ്മളാണെങ്കിൽ കുറേയും കൂടി ദൂരം അങ്ങോട്ട് പോയിട്ട് ഇറങ്ങാമെന്നുള്ള ഇത് വിചാരിച്ചിട്ട് അങ്ങോട്ട് അങ്ങനെ പോകാനുണ്ട്. അപ്പോൾ കുറേ മരങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഇങ്ങനെ കയർ കൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തൊന്നും ഇറങ്ങാൻ പാടില്ല എന്ന് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു അവിടെ ഒഴുക്ക് ഇത്തിരി കൂടുതലുണ്ട്. അപ്പോൾ ആ ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കയറുകൊണ്ട് കെട്ടിയിട്ടാണത്. പിന്നെ പോണ വഴിയിൽ മുഴുവൻ നമുക്കിങ്ങനെ ചീവീടിൻ്റെ ഒച്ചയൊക്കെ കേട്ടോ. കുറേ അധികം ചീവീടുകളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചീവീട് ഇങ്ങനെ വളരെ ഇങ്ങനെ എന്താ പറയുക ശബ്ദിച്ചിട്ട് ഭയങ്കര അതിൻ്റെ ഒച്ചയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ വരുന്നേ ഉള്ളൂ അവിടെ നിന്ന്. നമ്മൾ ആദ്യം കുറച്ച് പേര് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി വെള്ളത്തിലിറങ്ങാനുള്ള ഇതിൽ വേഗം നടന്നു. അപ്പോൾ ഡ്രസ്സ് മാറാനായിട്ട് അവിടെ ഒരു ബാത്റൂം സൗകര്യം ഉണ്ട്. 2-3-4 ബാത്റൂമല്ല, അങ്ങനെ ഡ്രസ്സ് മാറാനുള്ള ഒരു ചേഞ്ച്, പിന്നെ ഒരു ചേഞ്ചിങ് റൂം അവിടെ ഉണ്ട്, പിന്നെ ടോയ്ലറ്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിങ്ങനെ അവിടെ പോവുക, ഡ്രസ്സ് മാറുക, എന്നിട്ട് നമ്മൾ തിരിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും നടന്ന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുക. അപ്പോൾ നമ്മൾ പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. എല്ലായിടത്തും നോക്കുമ്പോൾ ആളുകളുണ്ട് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെക്കേഷൻ ടൈം ആയ കാരണം തന്നെ ആളുകൾ കൂടുതൽ പേരും ഈ സ്ഥലമൊക്കെ കണ്ടറിഞ്ഞ് ഇവിടേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ആളുകൾ വെള്ളം കണ്ട വഴി അതിനകത്തേക്ക് ചാടാമെന്നുള്ള ഇതിൽ കുറേ സ്ഥലത്തൊക്കെ ആളുകളുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പോണ വഴിക്കൊക്കെ ചെറിയ ഇങ്ങനെ ഷെഡ് പോലെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരിക്കാനുള്ള കുറച്ച് എന്താ പറയുക മുളയുടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ നടന്ന് റെസ്റ്റ് എടുക്കണം എന്നുള്ളവർക്ക് അവിടെ വിശ്രമിക്കാം. അങ്ങനെയൊക്കെയാണ് അവിടെ. പിന്നെ ഇങ്ങനെ പോകും തോറും ഇങ്ങനെ കുറച്ച് ഇരുട്ടുണ്ട്. അപ്പോൾ കാടിൻ്റേതായ കുറച്ചൊരു ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ എന്താ, നമ്മൾ നേരിട്ട് അവിടെ ചെന്നു, വെള്ളത്തിലിറങ്ങി, വെള്ളത്തിലും റീൽസ് എടുക്കാം എന്നുള്ള ഇതിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ അവിടെയും റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെള്ളത്തിലിറങ്ങിയതിൻ്റെ നല്ല വെയിലത്താണ് നമ്മൾ വെള്ളത്തിലിറങ്ങിയത്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ചൂടോ ഒന്നും നമുക്കില്ല. വെള്ളത്തിൽ കിടന്നതും ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. എല്ലാരും കിട്ടണ്ട തന്നെന്നം താനെന്നം താളത്തിലാടി അങ്കാരക്കൊമ്പത്തോരു നാളിലാടി ഒന്നിച്ചു രണ്ടോ പൈകിളികൾ ഒന്നാം കുഞ്ഞിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ. അങ്ങനെ പെണ്ണുങ്ങൾ വെള്ളത്തിലും റീൽസ് ചെയ്ത് പിന്നെ കുറേ നേരം കൂടി നമ്മൾ വെള്ളത്തിൽ കിടന്നുണ്ട്. കാരണം എത്ര നമുക്ക് അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് പോരാൻ തോന്നണില്ല. പോവാന്ന് കുറച്ച് പേര് പറഞ്ഞെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നണില്ല. പക്ഷേ കുറച്ച് പേരൊക്കെ എന്നിട്ട് കയറിപ്പോയി. കുറേ പേര് എന്നാലും അവിടെ കിടന്നു. വീണ്ടും പാട്ടും പാടി ഡാൻസും കളിച്ച് അവിടെ കിടക്കുകയാണ്. പിന്നെ നമ്മൾ കുറേ നേരം അന്താക്ഷരിയൊക്കെ കളിച്ച് വെള്ളത്തിൽ കിടന്നിട്ട് കുറേ പേരുടെ കൂടെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ എന്താ പറയുക ഉല്ലസിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യേക ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് ടൂർ പോകാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ നന്നായി അടിച്ചു പൊളിച്ച് തിരിച്ചു പോവാണ്.